ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് INC കുറിച്ചാണ്. അപ്പോൾ INC കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും കോമ്പറ്റേറ്റീവ് എക്സാമിന് ഉണ്ടാകില്ല. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ പ്രാധാന്യത്തോടു കൂടി വേണം പഠിക്കാനായിട്ട്. ഈ വീഡിയോയിൽ ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്റ്സും ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കണം. അപ്പം നമുക്ക് തുടങ്ങാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് A.O. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ട് മുൻഗാമികളുണ്ട്. ഒന്ന് ഇന്ത്യൻ നാഷണൽ യൂണിയനും മറ്റൊന്ന് ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ്. ഇന്ത്യൻ നാഷണൽ യൂണിയൻ സ്ഥാപിച്ചത് A.O. ഹ്യൂമാണ് 1884. ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ് മോഹൻ ബോസും കൂടിയാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ശില്പികൾ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി ആൻഡ് ആനന്ദ് മോഹൻ ബോസ്. INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം. INC ആദ്യ പ്രസിഡന്റ് ആയിരുന്നു W.C. ബാനർജി. ആദ്യത്തെ ജനറൽ സെക്രട്ടറി A.O. ഹ്യൂം. ആദ്യ സെഷൻ്റെ സ്ഥലം ഗോകുൽ തേജ്പാൽ സംസ്കൃത സ്കൂൾ, ബോംബെ. ആദ്യ സെഷനിൽ പങ്കെടുത്തവരുടെ എണ്ണം 72. കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന സമയത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ഡഫറിൻ പ്രഭു. INCയുടെ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യർ. INCയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ദാദാഭായ് നവറോജി 1886 സെഷനിലായിരുന്നു. INCയുടെ ആദ്യ പാഴ്സി പ്രസിഡന്റും ദാദാഭായ് നവറോജി തന്നെയായിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇംഗ്ലീഷ് അല്ലെങ്കിൽ യൂറോപ്യൻ അല്ലെങ്കിൽ വിദേശി എന്ന് ചോദിച്ചാൽ അത് ജോർജ് യൂളായിരുന്നു. 1888 പ്രസിഡന്റായത്. 20-ാം നൂറ്റാണ്ടിൽ INCയുടെ പ്രസിഡന്റായ ആദ്യ വിദേശിയായിരുന്നു ഹെൻറി കോട്ടൺ. INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി രൂപീകൃതമായത് 1889. സ്ത്രീകൾ പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1889 ബോംബെ സമ്മേളനമായിരുന്നു. സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിത രമാഭായിയും ടാഗോറിൻ്റെ സഹോദരി സ്വർണകുമാരി ദേവിയും അടങ്ങുന്ന 10 വനിതാ പ്രതിനിധികളാണ് ആ സെഷനിൽ പങ്കെടുത്തത്. INCയിലെ ആദ്യ വനിതാ അംഗം കാദംബിനി ഗാംഗുലി 1889 ബോംബെ സെഷനിൽ. കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത കൂടിയാണ് കാദംബിനി ഗാംഗുലി. കൊൽക്കത്ത സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ഡോക്ടർ എന്ന് ചോദിച്ചാൽ അതും കാദംബിനി ഗാംഗുലിയാണ്. പിന്നെ ആദ്യ വനിതാ ബിരുദധാരി എന്ന് ചോദിച്ചാലും കാദംബിനി ഗാംഗുലിയാണ്. ആദ്യ INC വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് 1917 കൽക്കട്ട സെഷനിലായിരുന്നു. INCയുടെ പ്രസിഡന്റായ ആദ്യ വിദേശ വനിത ആനി ബസന്റ് അയർലൻഡുകാരിയായിരുന്നു. ആദ്യത്തെ ഇന്ത്യൻ INC വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു. മാറിപ്പോകരുത്, ആദ്യത്തെ ഇന്ത്യൻ INC വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു. അത് 1925 കാൺപൂർ സെഷനിലായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വനിതാ പ്രസിഡന്റുമാരുടെ എണ്ണം 3 പേരാണ്. ഒന്ന് ആനി ബസന്റ്, സരോജിനി നായിഡു ആൻഡ് നെൽസൺ ഗുപ്ത. 1933 കൊൽക്കത്ത സെഷനിലായിരുന്നു നെൽസൺ ഗുപ്ത. സ്വാതന്ത്ര്യത്തിന് ശേഷം INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി ആയിരുന്നു. 1959 ഡൽഹി സെഷനിലായിരുന്നു ഇന്ദിരാഗാന്ധി INC വനിതാ പ്രസിഡന്റായത്. ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി. 1887 കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം മദ്രാസ് ആയിരുന്നു.
1887 മൂന്നാം INC സമ്മേളനമായിരുന്നു. അപ്പോൾ അന്നത്തെ സമ്മേളനത്തിലാണ് ബദറുദ്ദീൻ തിയാബ്ജി പ്രസിഡൻ്റായത്. INCയുടെ ആദ്യ ദക്ഷിണേന്ത്യൻ പ്രസിഡന്റ് P. ആനന്ദ് ചാർലു 1891 നാഗ്പൂർ സെഷനിലായിരുന്നു. INCയിൽ അംഗമായ ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ള 1889 ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആദ്യ മലയാളി, തിരുവിതാംകൂറിൽ നിന്ന് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വ്യക്തി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മലയാളി പ്രസിഡന്റ് എന്നീ 3 ചോദ്യങ്ങൾ ചോദിച്ചാൽ എൻ്റെ ഉത്തരം ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ, അതായത് C. ശങ്കരൻ നായർ. അമരോട്ടി സെഷൻ മഹാരാഷ്ട്ര 1897. അപ്പോൾ ഒന്നുകൂടിയും പറയാം. ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആദ്യ മലയാളി, തിരുവിതാംകൂറിൽ നിന്ന് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വ്യക്തി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മലയാളി പ്രസിഡന്റ്. ഈ 3 ക്വസ്റ്റ്യൻ്റെ ഉത്തരം C. ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. 35 വയസ്സായിരുന്നു. INCയുടെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് 1939 ത്രിപുര സെഷനിലായിരുന്നു. 3 തവണ INCയുടെ പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരായിരുന്നു? ദാദാഭായ് നവറോജി 1886, 1893, 1906 എന്നീ 3 വർഷങ്ങളിലാണ് INC പ്രസിഡന്റായത്. തുടർച്ചയായി 2 തവണ INCയുടെ പ്രസിഡന്റായ ആദ്യ വ്യക്തി റാഷ് ബിഹാരി ഘോഷ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ INC പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. തുടർച്ചയായി 6 വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായത് അബ്ദുൽ കലാം ആസാദ്. 1940 മുതൽ 1946 വരെ തുടർച്ചയായിട്ട് 6 വർഷം INCയുടെ പ്രസിഡന്റായി മാറി. അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് കോൺഗ്രസ്. തുടർച്ചയായി 6 വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായത് അബ്ദുൽ കലാം ആസാദാണ്. അബ്ദുൽ കലാം ആസാദ്. വിളിപ്പേര് കോൺഗ്രസ് ഷോബോയ്. ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11 ആക്കിയത്, അതായത് അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് മാറ്റിയിരിക്കുന്നത്. അടുത്തത്, വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് 1896 കൊൽക്കത്ത സെഷനിലാണ്. 12ാമത്തെ സെഷനാണ്. 1896 കൊൽക്കത്ത സെഷനിലാണ് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത്. എന്നാൽ ജനഗണമന ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത് 1911 കൊൽക്കത്ത സമ്മേളനം. രണ്ടും കൊൽക്കത്ത സമ്മേളനം തന്നെയാണ്, എങ്കിലും വർഷങ്ങൾ വ്യത്യാസമുണ്ട്. വന്ദേ മാതരം 1896 കൊൽക്കത്ത സെഷനിലും ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 കൊൽക്കത്ത സെഷനിലും. അന്നത്തെ പ്രസിഡന്റ് ജനഗണമന ആദ്യമായി ആലപിച്ച 1911 കൽക്കട്ട സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് പണ്ഡിറ്റ് ബിഷൻ നാരായണൻ ധാർ ആയിരുന്നു. ഭരണഘടനയുടെ ആവശ്യകത ഊന്നി പറയുന്നു ഈ കൊൽക്കത്ത സമ്മേളനത്തിലെ. 1888 അലഹബാദ് സമ്മേളനത്തിൽ ആദ്യമായിട്ടാണ് പണ്ഡിറ്റ് ബിഷൻ നാരായണൻ ധാർ ഭരണഘടനയുടെ ആവശ്യകത ഊന്നി പറഞ്ഞത്. 1888 അലഹബാദ് സമ്മേളനത്തിലാണ് കേട്ടോ. 1911 കൽക്കത്ത സമ്മേളനത്തിലല്ല, അത് ജനഗണമന ആദ്യമായി ആലപിച്ചതാണ്. 1888 അലഹബാദ് സമ്മേളനത്തിലാണ് പണ്ഡിറ്റ് ബിഷൻ നാരായണൻ ധാർ, അന്നത്തെ പ്രസിഡന്റായിരുന്ന പണ്ഡിറ്റ് ബിഷൻ നാരായണൻ ധാർ ഭരണഘടനയുടെ ആവശ്യകത ഊന്നി പറഞ്ഞു. ഇനി രണ്ടാം തവണ പൂന സെഷനിൽ 1895 പൂന സെഷനിൽ ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചു. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1901 കൽക്കത്ത സമ്മേളനമായിരുന്നു. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1901 കൽക്കത്ത സമ്മേളനം. ഗാന്ധിജി അധ്യക്ഷത വഹിച്ച സെഷൻ ഏതായിരുന്നു? ബെൽഗാവ് 1924 അധ്യക്ഷനായിരുന്നു. ഗാന്ധിജി
പങ്കെടുത്തത് 1901 കൽക്കത്ത സമ്മേളനം. എന്നാൽ അന്നത്തെ INC പ്രസിഡന്റ് ഗാന്ധി ആയിരുന്നു. ബെൽഗാവിലെ 1924 സെഷനിലെ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഗാന്ധിജിയായിരുന്നു. INC പ്രസിഡന്റായിരുന്നു. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമായിരുന്നു ബെങ്കിപ്പൂർ സമ്മേളനം. 1912 ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ INC സമ്മേളനം. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം 1914 ലക്നൗ സമ്മേളനമായിരുന്നു. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഗാന്ധി മരിച്ചേക്കാം, പക്ഷേ ഗാന്ധിസം എന്നേക്കും നിലനിൽക്കുമോ എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? ഗാന്ധി മരിച്ചേക്കാം, പക്ഷേ ഗാന്ധിസം എന്നേക്കും നിലനിൽക്കുമോ എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ NIC സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. 1905 ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ ഗോഖലെയായിരുന്നു. 1905 ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു. 1905 ബംഗാൾ വിഭജന സമയത്ത് വൈസ്രോയി ലോർഡ് കഴ്സൺ പ്രഭുവായിരുന്നു. ലോർഡ് കഴ്സൺ പ്രഭുവായിരുന്നു വൈസ്രോയി. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് 1905 ജൂലൈ 19 പ്രാബല്യത്തിൽ വന്നത് ഒക്ടോബർ 16. ജൂലൈ 19 1905 ജൂലൈ 19 പ്രഖ്യാപിച്ചു. 1905 ഒക്ടോബർ 16 പ്രാബല്യത്തിൽ വന്നു. കോൺഗ്രസ് വേദിയിൽ പൂർണ്ണ സ്വരാജ് ആദ്യമായി ഉപയോഗിച്ച സെഷൻ ആയിരുന്നു ഏത് സെഷൻ? കൽക്കട്ട സെഷൻ 1906. കോൺഗ്രസ് വേദിയിൽ പൂർണ്ണ സ്വരാജ് എന്ന് ഉപയോഗിച്ച സെഷൻ. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരണ സമയത്ത് INCയുടെ പ്രസിഡന്റ് ദാദാഭായ് നവറോജി ആയിരുന്നു. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരണ സമയത്ത് INC പ്രസിഡന്റ് ദാദാഭായ് നവറോജി ആയിരുന്നു. രൂപീകൃതമായത്, അതായത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമായത് 1906 ഡിസംബർ 30 സ്ഥലം ധാക്ക, ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ചായിരുന്നു ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. സ്ഥാപകർ മുഹമ്മദ് അലി ജിന്ന, ഖോജ സലിമുള്ള, ആഗാ ഖാൻ ആൻഡ് ഹക്കീം അജ്മൽ ഖാൻ എന്നിവരായിരുന്നു. ആഗാ ഖാൻ, ഹക്കീം അജ്മൽ ഖാൻ എന്നിവരായിരുന്നു ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരണത്തിൻ്റെ സ്ഥാപകർ. 1911 ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്ത് INCയുടെ പ്രസിഡന്റ് BN ധർ ആയിരുന്നു. 1911 ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്ത് INCയുടെ പ്രസിഡന്റ് BN ധർ. അന്നത്തെ വൈസ്രോയി ആയിരുന്നു ലോർഡ് ഹാർഡിംഗ് രണ്ടാമൻ. വൈസ്രോയി ലോർഡ് ഹാർഡിംഗ് പ്രഭുവായിരുന്നു രണ്ടാമൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ആദ്യ സംയുക്ത സമ്മേളനം ലക്നൌവിലാണ് നടന്നത്. 1916 സെഷനിലായിരുന്നു, അതായത് ലക്നൗ സെഷനിലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ആദ്യ സംയുക്ത സമ്മേളനം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്ത് INC പ്രസിഡന്റ് ആരായിരുന്നു? മോത്തിലാൽ നെഹ്റു ആയിരുന്നു. അമൃതസർ സെഷനായിരുന്നു. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്ത് INC പ്രസിഡന്റ് മോത്തിലാൽ നെഹ്റു അമൃതസർ സെഷനായിരുന്നു. 1920 കൽക്കട്ട സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രമേയം പാസാക്കിയ പ്രത്യേക കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ പ്രസിഡന്റായിരുന്നു ലാല ലജ്പത് റായ്. അപ്പോൾ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും കളക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. താങ്ക് യു ഫോർ വാച്ചിങ്.